നമസ്കാരം. എല്ലാവർക്കും ഫണ്ടമെൻ്റൽസ് ഓഫ് ആർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഷേപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഷേപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു രണ്ട് പോയിൻറ്റിനെ കൂട്ടിമുട്ടിക്കുന്ന സംഭവമാണ് ലൈൻ എന്ന് പറയുന്നത്. രണ്ട് പോയിൻറ്റിനെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഡിസൈൻ എലമെൻ്റാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ലൈനിനെ കൂട്ടിമുട്ടിക്കുന്ന അല്ലെങ്കിൽ രണ്ട് ലൈനിനെ യോജിപ്പിക്കുന്ന ഒരു എലമെൻറ്റിനാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ലൈനാണെന്ന് വിചാരിച്ചോളൂ. ഇത് വേറൊരു ലൈനാണ്, വേറൊരു ലൈനാണ്, ഇത് വേറൊരു ലൈനാണ്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിമുട്ടിക്കുമ്പോഴാണ് നമുക്കൊരു ഷേപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഷേപ്പിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൈനെ നമുക്ക് ഷേപ്പ് എന്ന് പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അതെ, ഇപ്പോൾ ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഷേപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ക്ലോസ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ നമുക്ക് ഷേപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് പോയിൻറ്റ്സിനെ നമുക്ക് ഷേപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പം ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ഈസ് എ ഡിസൈൻ എലമെൻറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ക്ലോസ്ഡ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പോയിൻറ്റ്സ്. ഓക്കെ, റിലേറ്റഡ് പോയിൻറ്റ്സ്, ക്ലോസ്ഡ് റിലേറ്റഡ് പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഷേപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയും ഈ ഒരു ഡെഫിനിഷൻ ആപ്റ്റല്ലെങ്കിൽ നമുക്കിനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എത്ര തരത്തിലുള്ള ഷേപ്പ് ഉണ്ടെന്ന്, ഇപ്പം മെയിൻലി എത്ര തരത്തിലുള്ള ഷേപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻലി 3 തരത്തിലുള്ള ഷേപ്പാണുള്ളത്. ഷേപ്പാണെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ടുള്ള ഷേപ്പ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ സിംബോളിക്കായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള 3 ഷേപ്പ്. അപ്പോൾ ഒന്നാണ് നമ്മൾ പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് സർക്കിൾ, മൂന്നാമത്തേത് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് 3 പോയിൻറ്റ്, 3 ഷേപ്സ്. അപ്പോൾ ഇതിന് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ അതുപോലുള്ള സംഭവത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സർക്കിൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോൾനെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഹോൾനെസ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹോൾനെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇൻഫിനിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ട്രയാങ്കിൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിവൈനായിട്ടുള്ള എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡിവിനിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ലൈൻ പഠിച്ചു, അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഉള്ള അതുമായിട്ട് ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ലൈൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ടെന്ന് പഠിച്ചു. അത് ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ, ഒന്ന് ഡയഗണൽ. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ ലൈനും ഷേപ്പും കോറിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈന് സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, വെർട്ടിക്കൽ ലൈന് സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈന് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഡിവിനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു റിലേഷൻ ഫാക്ടർ നിങ്ങൾ ഓർത്തിരിക്കുക.
ഓക്കെ, ഇനിയും ഇത് ഈ ഷേപ്പിന് ഇപ്പം ഈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഷേപ്പ് നമുക്ക് തിരിച്ചിട്ടാലും ഏത് തരത്തിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇത് സ്ക്വയറായിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റേബിളാണ് അതുപോലുള്ള സംഭവങ്ങളാണെന്ന് പറയുന്നത്. ഈ ഹോൾനെസ് ഇൻഫിനിറ്റി സർക്കിൾ ആണെന്നുണ്ടെങ്കിലും ഏകദേശം അതുപോലെ തന്നെ. ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഇൻവേഴ്സ് ഈ എന്താ അപ്വേർഡ് ട്രയാങ്കിൾ എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിനെ കുറിക്കുന്നു, അസെൻഷൻ, ഓക്കെ, എന്താ പറയുന്നത്, എൻലൈറ്റ്മെൻറ്റ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് കുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭൂമിയിലല്ലാത്ത സംഭവങ്ങളെല്ലാം ഒരു ഹയർ റെയിം ഓഫ് എക്സിസ്റ്റൻസും ഒക്കെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ കുറിക്കുന്നു അപ്വേർഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ മനുഷ്യനെപ്പോഴും മോറലായിട്ട് എന്താ പറയുന്നത് പുരോഗമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ അപ്വേർഡ് ട്രയാങ്കിൾ അതുപോലെ സംഭവങ്ങൾ ഒക്കെ കുറിക്കുന്നു. ഇപ്പോൾ ഇതെന്തിനെ കുറിക്കുന്നു? ഇൻവേഴ്സ് ട്രയാങ്കിൾ എന്ന് കുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിനെ കുറിക്കുന്നു. ഡിസെൻറ്റ് ടുവേർഡ്സ് എർത്ത് ഇതിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ കാര്യങ്ങൾ അതുപോലുള്ള സംഭവങ്ങളാണ് ഈ ഇൻവേഴ്സ് ട്രയാങ്കിൾ കുറിക്കുന്നത്. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫേസാണ്. അതായത് ഈ ഇതുപോലുള്ള ഈ സംഭവങ്ങൾ നമുക്ക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ക്വയറാണ്. സ്ക്വയർ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം? ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേന പിടിക്കുക, ആദ്യം ഒരു പോയിൻ്റ് ഇടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് ഈ പേനയിൽ നോക്കുക. ഓക്കെ, അത് നിങ്ങളുടെ തമ്പ് വെച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ തമ്പ് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ വെർട്ടിക്കൽ. നിങ്ങളുടെ തമ്പ് മാറ്റാൻ പാടില്ല. ഇതായിരിക്കും, ഈ ഒരു പോയിന്റ് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, ആ തമ്പ് തന്നെ വെച്ച് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടുക, ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഒരു സ്ക്വയർ എന്ന് പറയുന്നൊരു സംഭവം. അതായത് എല്ലാ പോയിന്റിലും ഈക്വലായിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടാൻ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂളറും സ്കെയിലും പെൻസിലും റൂളറും സംഭവങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഒരു പേന മാത്രമേ ഉള്ളൂ. അത് വെച്ചാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവിധ മെഷർമെൻറ്റ്സും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ പേന ഉപയോഗിച്ച് മാത്രമാണ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നില്ല, സ്കെയിൽ ഉപയോഗിക്കുന്നില്ല, ഒരു സംഭവങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങളുടെ കൈ കൊണ്ട് വരയ്ക്കുക, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ, ഇത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. നിങ്ങൾ സ്കെയിലും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ രീതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പേപ്പറിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കുറച്ച് സമയം എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ഏബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്ക്വയർ വരയ്ക്കാം? ഇതല്ലാതെ രീതിയിൽ വേറെ എങ്ങനെയാണ് സ്ക്വയർ വരയ്ക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചെന്ന് വിചാരിച്ചു, 2 ലൈൻ വരച്ചെന്ന് വിചാരിക്കുക. ഈ ഒരു ലെങ്തിൽ തന്നെ നമുക്ക് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് ഒരു ഡയഗണൽ വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരു ഡയഗണൽ വരയ്ക്കുക. ഓക്കെ, ഒരു ഡയഗണൽ വരയ്ക്കുക, ഇതിനെ കണക്ട് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ക്വയർ ആവും. അതായത് എല്ലാ സൈഡും ഈക്വലായിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടെത്താം. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം സ്ക്വയർ ആണെന്നുണ്ടെങ്കിലും റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇത് നിങ്ങളുടെ സ്ക്വയറാണ്, ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിച്ചു. പിന്നെ മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോഷോപ്പിലൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്.
അതിൻ്റെ മിഡ് പോയിൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് കണ്ടെത്തുന്നതിന് നിങ്ങൾ ഒരു ഡയഗണൽ വരയ്ക്കുക, ഇങ്ങോട്ടൊരു ഡയഗണൽ വരയ്ക്കുക, അങ്ങോട്ടും ഒരു ഡയഗണൽ വരയ്ക്കുക. അപ്പം ഇത് കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റായിരിക്കും ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന പോയിൻ്റിലായിരിക്കും നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റേ സ്കെയിലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു സ്ക്വയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താൻ പറ്റും. നമ്മൾ നോക്കുന്നത് ഈ സ്ക്വയർ അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു ലൈൻ നോക്കുമെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് നിങ്ങൾക്ക് കണ്ടെത്തും. എന്താണ് ചെയ്യുന്നത്? ആദ്യം ഇതിൻ്റെ 2 പോയിൻറ്റിൽ നിന്നും 2 ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് പാരലലായിട്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ക്വയർ ആയില്ലേ. എന്നിട്ട് ഇതിൻ്റെ ഡയഗണൽ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ 2 സംഭവത്തിൻ്റെ മിഡ് പോയിൻ്റായി. ഇപ്പോൾ നിങ്ങൾ ഈ ലൈനെ 2ആയിട്ട് ഭാഗിച്ചു. ഓക്കെ, ഇതിന് മിഡ് പോയിൻ്റായി, ഇതിന് മനസ്സിലായി. അത് ഇത് എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹെഡ് ഷേപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു ലൈനെ 2ആയിട്ട് വിഭജിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് വിഭജിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വിഭജിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ലൈനിനെ 2ആക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഈ ഒരു ലൈനെ എങ്ങനെ 3 ഭാഗമാക്കാം. ഓക്കെ, ലൈൻ എങ്ങനെയാണ് 3 ഭാഗമാക്കുന്നത്? അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക, പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുക, ആ സൈഡിൽ നിന്നും ഇവിടെ നിന്നും വേറെ ഒരു ലൈൻ വരയ്ക്കുക, വെർട്ടിക്കലായിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലൈന് പാരലായിട്ട് വരയ്ക്കുക, വേറൊരു ലൈൻ. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തി. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈന്, ഈ ഒരു സ്ക്വയർ അല്ലേ ഇത്, ഈ വന്ന ഒരു സ്ക്വയറിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞ് ഈ പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ പോയിൻ്റ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ 3 ഭാഗമായി. ഇപ്പം 1, 2, 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലൈനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ പെൻസിലും റൂളറും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെയാണ് ഒരു ലൈനെ 3 ഭാഗമാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾ റൂളറും പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ഒരു മാത്തമാറ്റീഷ്യനെ പോലെ അളന്ന് നോക്കേണ്ട കാര്യമല്ല. ഇത് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ക്രാഫ്റ്റ്സ്മാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ടൂള് മാത്രം ഉപയോഗിച്ച്, നിങ്ങൾക്ക് കൂടുതൽ ടൂളൊന്നും ഉപയോഗിക്കാതെ ഒരു ടൂള് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ലൈനെ സെഗ്മെൻറ്റ് ചെയ്യാം, ഒരു ലൈനെ 2ആക്കാം, ഒരു ലൈനെ 3ആക്കാം എന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് സർക്കിൾ വരയ്ക്കാം. സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റായിട്ടുള്ള സർക്കിൾ എങ്ങനെ വരയ്ക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആ മെത്തേഡിൽ കൂടി കറക്റ്റായിട്ട് അളന്നെടുത്ത് നമ്മൾ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സ്ക്വയർ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താൻ നമുക്ക് 2 ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എന്നിട്ട് ഈ സ്ക്വയറിനെ തന്നെ നമുക്ക് ഒരു 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു
വെർട്ടിക്കൽ ഇങ്ങനെ വരയ്ക്കുക, വേറെ ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഇപ്പോൾ ഇത് നോക്കുക, ഇതിപ്പോൾ 4 ഭാഗം 1 2 3 4 ഈ 4 ഭാഗമായി. ഈ 4 ഭാഗത്തിൽ ഈ ഭാഗത്തെ ഒന്നുകൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒന്നുകൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെയും കൂടെ മിഡ് പോയിൻറ്റ് കണ്ടെത്തുക. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു സർക്കിൾ ഫോം ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സർക്കിൾ ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇത് ഈ ഒരു ലൈന് നമ്മൾ ഒരു ആർക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളാവും. അപ്പോൾ അതാക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുക. ഈ സംഭവത്തിനെ നമ്മൾ ഒരു സ്ക്വയറൂടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. ഓക്കെ, ഇതാണ്. ഇപ്പോൾ ഒരു സർക്കിൾ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എക്സാക്റ്റ് പോയിന്റിലായിരിക്കത്തില്ല ഒരു സർക്കിൾ വരുന്നത്, അതിന് കുറച്ച് താഴെയായിരിക്കും. ഈ സംഭവം ഈ ഡയഗണൽ നിങ്ങൾ എത്ര ഡിവൈഡ് ചെയ്താലും ആ എക്സാക്റ്റായിട്ടുള്ള പോയിൻ്റ്, ഒരു എക്സാക്റ്റായിട്ടുള്ള പോയിന്റിലും, അതായത് ഈ ഡയഗണൽ കൂട്ടിമുട്ടുന്ന എക്സാക്റ്റായിട്ടുള്ള ഒരു പോയിന്റിലും ആ സർക്കിളിൻ്റെ ആർക്ക് കടന്നു പോകില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ പൈയുടെ റേഡിയസ് കാരണമാണത്. പൈയുടെ റേഡിയസ് കാരണം അത് ഇൻഫിനിറ്റാണ്. പൈയുടെ റേഡിയസ് ഇൻഫിനിറ്റാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് എക്സാക്റ്റായിട്ട് ആ പോയിൻ്റ് നമുക്ക് പിൻ പോയിൻ്റ് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഒരു അനുമാനത്തിൽ നമുക്ക് ഏകദേശം ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോയിൻ്റ്, ഇതൊക്കെയാണ് നമ്മുടെ സർക്കിൾ കടന്നു പോയിരുന്ന പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മളിപ്പം ഒരു സ്ക്വയർ ഉപയോഗിച്ച് നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ നമുക്ക് ഒന്നിൻ്റെ സഹായമില്ലാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ പഠിക്കുന്നത് ഫ്രീ ഹാൻഡായിട്ട് സർക്കിൾ വരയ്ക്കാനാണ്. ഇങ്ങനെ സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഷോൾഡർ കൊണ്ട് വരയ്ക്കുക. ഓക്കെ, ഷോൾഡർ കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക, റിസ്റ്റും കൊണ്ട് വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ഒരു ജോയിൻ്റാണ്, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എൽബോ ഒരു ജോയിൻ്റാണ്, നമ്മുടെ റിസ്റ്റ് വേറൊരു ജോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിന് എക്സ് നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇതിന് വൈ നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്, ഇതിന് സി നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഷോൾഡർ കൊണ്ട് മാത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ എക്സ് നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എൽബോയും മറ്റേ റിസ്റ്റും കൂടെ കൂട്ടി യോജിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സി. അപ്പോൾ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്കൊരു മാസ്റ്റർ നേടാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഷോൾഡർ കൊണ്ട് മാത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു 100 മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഫ്ലൂയിഡിറ്റി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ആയി കഴിയുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഇതെല്ലാം കൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 100 മൂവ്മെൻറ്റ് തന്നെ ഇത് എത്ര വരും നോക്കും. ഇപ്പോൾ എത്ര 0 വരും, ഇപ്പോൾ എത്രയും വരും. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, നമുക്കൊരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നമുക്കൊരു സംഭവം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ കൊണ്ട് മാത്രം നീക്കുക. ഏകദേശം ബോക്സിങ് പോലെ തന്നെ സംഭവം. ഓക്കെ, ഇപ്പോൾ ഇത് ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ മെമ്മറിയുമായിട്ടും റിലേറ്റഡാണ്, നമ്മുടെ ന്യൂറോളജിക്കൽ വയറിങ്ങുമായിട്ടും റിലേറ്റഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കല അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭ്യസിക്കുക, നിങ്ങളൊരു 8 മണിക്കൂർ അഭ്യസിക്കുക. അത് കഴിഞ്ഞ് ഉറക്കം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ന്യൂറോളജിക്കൽ വയറിങ് ശരിയാവുന്നത്. നമ്മൾ പണ്ട് സൈക്കിൾ പഠിക്കുന്ന പോലെ, പറഞ്ഞ് മനസ്സിലായില്ല, നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ സൈക്കിൾ പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞൊന്ന് വീണ് കഴിഞ്ഞ് നിങ്ങളൊന്ന് കിടന്നുറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ന്യൂറോളജിക്കൽ വയറിങ്ങും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ശരിയാവുന്നത്. പിന്നെ പിറ്റേ ദിവസം എണ്ണീച്ച് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തതയുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ആർട്ടിൻ്റെ കാര്യവും. അപ്പോൾ ആ ന്യൂറോളജിക്കൽ വയറിങ് കറക്റ്റ് ആയിരിക്കണം. അത് ഇതാവാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ധാരാളം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പഠിച്ചു.
ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മറ്റേ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ഒരു പോയിൻ്റ് വരയ്ക്കുക, 2 പോയിൻ്റ് കൂട്ടിമുട്ടിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക, ഈ സംഭവത്തിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. ഇവിടെ ആയിട്ട് വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന ഒരു ലൈനായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ അറ്റം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ മെത്തേഡ് ഉപയോഗിച്ച്. നമുക്ക് എസ്റ്റിമേറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലെടുത്തിട്ട് നമ്മളൊരു ഇത് കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. ഇങ്ങനെയാണ് സാധാരണ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും അമർത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി, നമസ്കാരം. എല്ലാ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ വളരെ ഉചിതമായി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കണ്ടൻറ്റ് പരമാവധി കൊണ്ടുവരാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നതാണ്. ഓക്കെ. എന്നാലാവുന്ന വിധത്തിൽ കണ്ടൻറ്റ് കൊണ്ടുവരാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നതാണ്. ഓക്കെ. നന്ദി, നമസ്കാരം.